പിന്നെന്താ, നമുക്ക് തുടങ്ങാം. ഗുഡ് ലക്ക് മാൻ. നിനക്ക് എന്നെക്കാളും ധൈര്യമുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത പരിപാടിയായിരിക്കും. ഇയാൾ ശരിക്കും ഒരു കത്തുന്ന ബിൽഡിംഗിന്റെ അകത്താണ്. റൂം മുഴുവനും തീയാണ്. അയ്യോ, ഞങ്ങൾ ഇതുവരെ ഷൂട്ട് ചെയ്ത് ഏറ്റവും ഭീകരമായ സംഭവം ഇതാണ്. $5 ലക്ഷം ഉണ്ട്. ഒരു ക്യാനലിൽ നിന്നും തീയിലേക്ക് തെറിച്ചു വീഴുക, റിംഗ് ഓഫ് ഫയറിലൂടെ ചാടുക, ഭയങ്കരമായ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുക തുടങ്ങിയ ഫയർ ട്രാപ്പുകൾ പൂർത്തിയാക്കിയാൽ അയാൾക്ക് ഈ പണം നേടാം. നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹം ശരിക്കും ഒരു പ്രൊഫഷണൽ സ്റ്റണ്ട്മാൻ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ മാക്സിമം കഷ്ടപ്പെടുത്താൻ പോവുകയാണ്. സൂക്ഷിച്ച്, 10ൽ 2 ബാഗുകൾ എടുത്തു. അവന് തീ പിടിച്ചു. അവ ശരിക്കും കത്തുകയാണ്. നോളൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തോണ്ട് വാ. പെട്ടെന്ന് ആ വീട് ഇപ്പൊ ഇടിഞ്ഞു വീഴും. അതെ, അങ്ങനെ തന്നെ. പണത്തിന് തീ പിടിച്ചു. പണം കത്തുവാണല്ലോ. നീ അത് ചെയ്തു. അവന്റെ കാലിൽ തീ പിടിച്ചു. അത് കെടുത്ത്. എന്റെ അഡ്രിനാലിൻ പമ്പ് ചെയ്യും. നീ ആ ബിൽഡിംഗിൽ 2,50,000 പുറത്തെടുത്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത ട്രാപ്പിലേക്ക് പോകാം. ബ്ലൈൻഡ് ഫോൾഡ് അഴിക്കൂ. എറിക്, രണ്ടാമത്തെ ഡെത്ത് ട്രാപ്പിലേക്ക് സ്വാഗതം. അത്യാവശ്യമായിട്ടാണ്. താഴേക്ക് നോക്കുന്നോ? തൽക്കാലം വേണ്ട. പിന്നെ തീ കത്തിച്ചോളൂ. ഇതെന്താണ്? സത്യം പറഞ്ഞ ഇത് ഷൂട്ട് ചെയ്യുന്നവരെ വെള്ളത്തിന് തീ പിടിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ജിമ്മിക്ക് എന്താ തീയിനോട് ഇത്ര പ്രാന്ത്? ഈ ഡെത്ത് ട്രാപ്പ് വളരെ സിമ്പിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിന് മുന്നിലായി പണമുള്ള 3 ബാഗുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഓരോന്നും നീ ഈ മത്സരത്തിൽ നേടാൻ പോകുന്ന പൈസയാണ്. പണം കൂടുന്തോറും പ്ലാറ്റ്ഫോമിൽ നിന്ന് ബാഗിന്റെ ദൂരവും കൂടും. ഈ 3 ബാഗുകളിൽ ഏതെങ്കിലും ഒന്ന് ചാടി പിടിക്കണം. അതിൽ അതാണ് നിന്റെ പുതിയ പ്രൈസ് പൂൾ. എന്റെ പൊന്നോ, ഇത് എത്ര ദൂരെയാണെന്ന് നോക്ക്. അത് ശരിക്കും നല്ലൊരു ദൂരാണ്. പേടിക്കണ്ട, ചാട്ടം വിളിച്ചാൽ നീ നേരെ കത്തുന്ന വലിയൊരു കുളത്തിലേക്ക് വീഴുന്നേ. കുറവാ, പക്ഷെ എന്റെ പൊന്നു ബ്രോ ഇപ്പൊ കളിക്കുന്നില്ല ബ്രോ. അവർ കണ്ടാ നിങ്ങൾ ഞെട്ടും. ഓക്കെ, ഏത് ബാഗാണ് എടുക്കാൻ പോകുന്നത്? നിനക്ക് എളുപ്പ വഴി എടുത്ത് നിന്റെ പ്രൈസ് പൂളിൽ നിന്ന് 1 ലക്ഷം കുറയ്ക്കാൻ താല്പര്യമുണ്ടോ? ഇത് വേണ്ട, ഇത് ഭയങ്കര ഈസിയാ മാൻ. പൈസ പോയടാ. ഇതാണ് നിന്റെ ഇപ്പോഴത്തെ പ്രൈസ് പൂൾ. നിനക്ക് $2 ലക്ഷം മതിയോ, അതോ $3 ലക്ഷം വേണ്ടി 10 അടി ചാടി റിസ്ക് എടുക്കുമോ? ഞാൻ റിസ്ക് എടുക്കാൻ പോവാ. ഓക്കെ, $3 ലക്ഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് സംഭവം. 3 ലക്ഷം മാത്രം. കത്രികയിലും ചവിട്ടാതെ നോക്കണേ. കോപ്പി. പ്രൈസ് പൂളിൽ വെറും $50,000 കൂട്ടാൻ വേണ്ടി ഇത്ര വലിയ റിസ്ക് എടുക്കണോ? ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് സംശയമാവാൻ തുടങ്ങുക. എനിക്ക് നീ ചാടുന്ന കാണണം. കാണിക്കാലോ. $30,000 അവരത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 അടുത്ത് പോലും എത്തിയിട്ടില്ല. 30,000 ആണ് പ്രൈസ്. 100 മില്യൺ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അത് എടുക്കുമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 3, 2, 1 ബൈ. പിടിച്ച് അവന് തിരിച്ചു വരാൻ പറ്റുമോ? അപ്പോ ഇനി അവൻ പിടിച്ചു നിൽക്കണം. അവൻ അടുത്ത 5 ഡെത്ത് ട്രാപ്പുകൾ സർവേ ചെയ്യുമോ എന്ന് നോക്കാം. നിനക്ക് പറ്റും. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തീ പിടിച്ച കുളത്തിന് മുകളിലൂടെ പറക്കുന്നതിൽ ഏറെ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത ട്രാപ്പിൽ അയാൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നോക്കാം. ബ്ലൈൻഡ് ഫോൾഡ് അഴിച്ചോളൂ. നിന്റെ പിന്നിൽ കഴിഞ്ഞ ട്രാപ്പിൽ നിങ്ങൾ നേടിയ $3 ലക്ഷം ഉണ്ട്. മൂന്നാമത്തെ ട്രാപ്പ് എന്തായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്നെ മലമുകളിൽ നിന്ന് തീയിലേക്ക് എറിയാൻ പോവാണോ? അടിപൊളി. ട്രാപ്പ് റിവീൽ ചെയ്യാം. ഓക്കേ. മൂന്നാമത്തെ ട്രാപ്പ് ഇതാണ്. ഞങ്ങൾ നിന്നെ ഈ വലിയ ക്യാനൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യും. നീ ആ മഞ്ഞ റിങ്ങിനകത്ത് ലാൻഡ് ചെയ്താൽ ഇപ്പോൾ നേടിയ 3 ലക്ഷം വെച്ച് അടുത്ത ലെവലിലേക്ക് പോകാം. പക്ഷേ ആ റിംഗ് ഓഫ് ഫയറിൽ ലാൻഡ് ചെയ്താൽ ഞാൻ നിന്റെ പ്രൈസ് പൂളിലേക്ക് ഒരു $50,000 കൂടെ ചേർക്കും. ഇത് പൊളിക്കും തോന്നുന്നു. ഞാനൊരു സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. ഞങ്ങൾക്ക് ഇമാതിരി പ്രാന്തൊക്കെ ശീലം. പക്ഷേ 2 റിങ്ങുകളും മിസ്സായാൽ വീട്ടിലേക്ക് വെറും കൈയോടെ പോകേണ്ടി വരും. ഈ ക്യാനൺ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത് നീ ആലോചിക്കുന്നുണ്ടാകും. ഒരുപാട് ദൂരേക്കോ അടുത്തേക്കോ ഇടത്തേക്കോ വലത്തേക്കോ പോകുമോ അല്ലെങ്കിൽ ആ കോൺക്രീറ്റിൽ ഇടിക്കുമോ എനിക്ക് എങ്ങനെ അറിയും? ശരിക്കും പറഞ്ഞ ഈ സാധനം കണ്ടപ്പോ ഞാനും ഇത് തന്നെ ആലോചിച്ചത്. സ്റ്റണ്ട് ഡബിൾസിനെ കൊണ്ടുവരൂ. ഞങ്ങൾ എറിക്കിന് 3 സ്റ്റണ്ട് ഡബിൾസിനെ ഡമ്മികളായി നൽകും. ഓരോരുത്തരെയും ക്യാനന്റെ പിച്ച്, പവർ, ഡയറക്ഷൻ എന്നിവ ശരിയാക്കാൻ അയാൾ ഫയർ ചെയ്യും. 3 സ്റ്റണ്ട് ഡബിൾസിനെയും ടാർഗറ്റിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ അവസാന ഷോട്ട് വെറും ഭാഗ്യ പരീക്ഷണമായിരിക്കും. എനിക്ക് ആ 300K സർക്കിളിലേക്ക് ശരിയായ ദൂരം കണക്കാക്കാൻ പറ്റിയ അതെല്ലാം കൂടി കൂട്ടി എനിക്ക് ആ തീയിലേക്ക് എത്തിക്കാൻ നോക്കണം. അതാണ് എന്റെ പ്ലാൻ. ഇങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു? ഇല്ല, പക്ഷെ നമ്മളിപ്പോ ചെയ്യുവാണല്ലോ. 3 സ്റ്റണ്ട് ഡബിൾസിൽ ആദ്യത്തെ
അടുത്തയാൾ ഇയാൾ ഉപയോഗിച്ച് $3,50,000 നേടുന്നതിന് ഒരു പടി അടുത്തേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു പടി പിന്നോട്ടേക്ക് പോകാം. ഈ പിച്ച് ആംഗിളിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് വെക്കാൻ അപ്പോ പോവാ. അറിയാൻ വേണ്ടി പറയാണ്, മുകളിലേക്ക് വെക്കുന്തോറും അത് കൂടുതൽ ദൂരത്തേക്ക് പോകും. അപ്പോ തുടങ്ങാം. കുറച്ചുകൂടി മുകളിലേക്ക്. കുറച്ചുകൂടി മുകളിലേക്ക് അതെ, അതെ, വെച്ചാലോ? അതെ. കുറച്ചുകൂടി മുകളിലേക്ക്. കുറച്ചുകൂടി മുകളിലേക്ക്. Okay. ശരി. ഈ ക്വസ്റ്റന്റെ അവസാന ഭാഗം ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. നീ അത് എത്രത്തോളം വലിച്ചു പിടിക്കുന്നുവോ വിടുമ്പോൾ അത്രയും ദൂരം അത് പറക്കും. അവ നിങ്ങളുടെ ചെയർ എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നുവോ നിങ്ങൾ അത്രയും ദൂരം പോകും. നീ നല്ല ധൈര്യശാലിയാണല്ലോ. ഒരു 75% തുടങ്ങി നോക്കാം. ഓക്കെ, അപ്പോ നടുക്ക് വെച്ചാ മതിയല്ലോ. ആ, മതി, നടുക്ക് മതി, മതി. Yeah. എന്റെ അമ്മോ, ഓ അയ്യോ, ഉള്ളിലായി പോയത് റിയൽ ആയെന്ന് തോന്നുന്നുണ്ടോ? നല്ല റിയൽ. ഓഹോ, ഇതെന്തായാലും ശരിക്കും പൊളിക്കും. 3, 2, 1 ഫയർ. വെടി പോയടാ. ഇത് കൊള്ളാലോ. അവൻ കേറി. അടുത്ത സ്റ്റണ്ട് ഡബിളിനെ കൊണ്ടുവാ. ബ്ലൂ ടീം. എത്തിയല്ലോ. ഓറഞ്ച് യെല്ലോ റിംഗിന്റെ നടുക്ക് വീണു. അപ്പോ നിങ്ങൾ ഇനി തീയുടെ നടുക്ക് വീഴണം. നിങ്ങളെ ഞാൻ തീയിലേക്ക് ഷൂട്ട് ചെയ്താ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർക്കുക. പക്ഷെ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പവർ കൂട്ടാൻ പോവാണ്. ഓക്കെ ഓക്കെ, എന്നിട്ട് ഇത് അവന്റെ- കുറച്ചുകൂടി മുകളിലേക്ക് വെക്കാം. ശരി ബ്ലൂ, നിനക്ക് എന്ത് തോന്നുന്നു? ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ കണക്കനുസരിച്ച് ബ്ലൂ ഒരുപാട് ദൂരം പോയേക്കും. ഹാപ്പി ജേർണി ഡ്യൂഡ്. നമുക്ക് നോക്കാം. പിന്നൂരിക്കോ. ഓ ഓ ഓ ശരിയായില്ല, അവൻ മിസ് ചെയ്തു. നമ്മൾ അടുത്തെത്തി. അയാള് യെല്ലോ സർക്കിളും റിംഗ് ഓഫ് ഫയറിനും ഇടയിലാണ് ലാൻഡ് ചെയ്തത്. അതായത് നീ ആയിരുന്നെങ്കിൽ വീഡിയോ അവിടെ തീർന്നേനെ, നിനക്കൊന്നും കിട്ടാതെ പോയേനെ. ശരിയാ. റെഡ് ഇങ്ങോട്ട് കേറി വാ. ഓക്കെ ബ്രോ, എറിക്, ഇത് നിന്റെ അവസാനത്തെ സ്റ്റണ്ട് ഡബിൾ ആണ്. ഇത് നീ കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കേണ്ടി ഞാനൊരു വരും. 10 കൂട്ടാൻ പോവാ. ആംഗിൾ അതുപോലെ തന്നെ വെക്കാം. ഇതെങ്ങനെ പോകും നോക്കാം. ക്യാനൺ റെഡി ആക്ക്. നീ ആ തീയിൽ തന്നെ വീഴണം. 3, 2, 1 Let's go. fire. Oh wait, എത്തി. അവൻ കഷ്ടിച്ചാണ് ലാൻഡ് ചെയ്തത്. ഞാൻ പവർ ഒരു 5 കൂടി കൂട്ടാൻ പോവാ. എനിക്ക് തോന്നുന്നത് അതെന്നെ കൃത്യ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കും. പക്ഷെ ആദ്യം നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് തീയിൽ ലാൻഡ് ചെയ്യാൻ നോക്കുന്നത്? അതും നിന്റെ പ്രൈസ് പൂളിലേക്ക് വെറും $50,000 ചേർക്കാൻ വേണ്ടി. എന്റെ അച്ഛന്റെ ആരോഗ്യമാണെങ്കിൽ ക്യാൻസർ ഒക്കെ കാരണം ആകെ പ്രശ്നത്തിലാണ്. അവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് കൊടുക്കാനും പിന്നെ അവർക്ക് നല്ലൊരു ആരോഗ്യം കൂടി കൊടുക്കാനും Wow. എനിക്ക് ഈ പണം ആ, കൊണ്ട് കേട്ടാ. ഉപകരിക്കില്ല. അതുകൊണ്ടാണ് നീ പ്രൈസ് പൂൾ കൂട്ടാനും തീയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നത്. നീ നിന്റെ പാരന്റ്സിനെ നോക്കാൻ വേണ്ടിയാണ് ഈ റിസ്ക് എടുക്കുന്നത്, അല്ലേ? അതൊരു സ്പെഷ്യൽ കാര്യമാണല്ലോ. ശരിയാണ്. ഞാനും എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യും. അത് ബ്യൂട്ടിഫുൾ ആണ്. എറിക് തീയിൽ വീഴുമോ എന്ന് നോക്കാം. ഈ ഷോട്ടിൽ $300,000 ആണ് ബെറ്റ്. ഞാനാണ് എന്റെ അച്ഛനെ അമ്മയെ നോക്കുന്നത്. അവരെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ നോക്കും, എത്ര വലുതും. 3, അവൻ ചാടും കേട്ടോ, അവൻ ചാടും. അവന്റെ വാക്കതാണെങ്കിൽ അവൻ ചാടി ചെയ്യും. $3 ലക്ഷം ആണ് ലൈനിലുള്ളത്. $3 ലക്ഷം. യെസ്, ചാടിടാ. അവനവിടെ ചാടി. എന്റെ ദൈവമേ, ഇത് അവര് കൊണ്ട് കൊടുക്കണം. അവനത് കിട്ടി. $3,50,000 അവൻ അടുത്ത ട്രാപ്പിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് വാ മുത്തേ. $3,50,000. പക്ഷേ എനിക്ക് നിന്നെ ഇപ്പൊ മൂടിക്കെട്ടണം. ഒരു മിനിറ്റ്, എന്താ? ചോദ്യങ്ങളൊന്നും വേണ്ട. ഇനിയും 4 ട്രാപ്പുകൾ ബാക്കിയുണ്ട്. അവന് $3,50,000 ഇടയിൽ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. എറിക്, 4ാമത്തെ ഡെത്ത് ട്രാപ്പിലേക്ക് സ്വാഗതം. നിന്റെ പിറകിൽ നിന്റെ $3,50,000 ഉണ്ട്. റൂമിൽ നിറയെ പടക്കങ്ങളും ഉണ്ട്. ആ റൂമിന് മുകളിലായി ഒരു മീറ്റിയറും ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഊഹിക്കാമോ? ഞാൻ പെട്ടെന്ന് ഇവിടെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഈ കാശ് മുഴുവൻ കത്തിച്ചു കളയും. കറക്റ്റ്, തീർച്ചയായും. ഈ ഗ്രാബ്ലിംഗ് ഹൂക്കെറിഞ്ഞ് ട്രക്കിന്റെ മുകളിലേക്ക് എത്ര ബാഗുകൾ വലിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വലിച്ചെടുക്കാൻ നിനക്ക് കൃത്യം 5 മിനിറ്റ് സമയമുണ്ട്. ആ 5 മിനിറ്റ് ടൈമർ 0-ലെത്തുമ്പോൾ ആ കാണുന്ന മീറ്റിയർ അതിന് തീ പിടിക്കും. ശേഷം നിന്റെ പണവും പടക്കങ്ങളുള്ള റൂമിലേക്ക് അത് ഇടിച്ചിറങ്ങും. ടൈമർ 0-ലെത്തുമ്പോൾ ഈ ട്രക്കിൽ ഇല്ലാത്തതെല്ലാം പൊട്ടിത്തെറിക്കും. ഓക്കേ, ഇതുവരെ ഗ്രാപ്ലിംഗ് ഹുക്ക് എറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നല്ല രസമായിരിക്കും. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് നിനക്ക് അധികമായി $50,000 നേടാനുള്ള ഒരു അവസരം കൂടി തരാൻ പോവുകയാണ്. ദേ, ആ കാണുന്ന ബാഗുകളിൽ മൊത്തം $4 ലക്ഷം ക്യാഷ് ഉണ്ട്. ഞാൻ ഒന്നുമില്ലാതെയാണ് ഇവിടെ വന്നത്. ഇനി എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒരു ബാഗ് തന്നെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും. നിനക്ക് ഒരു ബാഗ് മാത്രം കിട്ടിയ എനിക്ക് ശരിക്കും സങ്കടമാണ്. ഞാൻ എല്ലാ ബാഗും എടുക്കാൻ പോവാ. എന്റെ അച്ഛനെയും അമ്മേനെയും പ്രായമാകുമ്പോ നോക്കാൻ എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയായിരുന്നു. മനസ്സിലായെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുവാണ്. ആ മീറ്റിയോർ എന്റെ കൺട്രോളല്ല. അതൊക്കെ ശരിക്കുള്ള പടക്കങ്ങളാണ്. ടൈമർ 0-ലെത്തുമ്പോൾ നമ്മൾ ഈ ബ്ലാസ്റ്റ് ഷീൽഡിന്റെ പിന്നിലെത്തിയില്ലെങ്കിൽ Okay. ചിലപ്പോ മരണം വരെ സംഭവിച്ചേക്കാം. എനിക്കിന്നിവിടെ വെച്ച് മരിക്കണ്ട. എനിക്ക് Come on, man. താല്പര്യം. നമുക്കൊരേ മനസ്സാ. $4 ലക്ഷം കാത്തിരിക്കുന്നു. മീറ്റിയർ കത്തിക്കുമെന്ന് ഉറക്കെ പറ. മെറ്റിയർ കത്തിക്കാനോ? ഉറക്കെ. മെറ്റിയർ കത്തിക്കോ.
2 എന്നാലും അത് കണ്ടായിരുന്നു, അത് പൊട്ടിച്ചത് ഇപ്പോൾ ആദ്യത്തെ ഒരു throw. ടപ്പായിരിക്കും, അതിൽ വിശ്വം വ്യൂ ആയിരിക്കും കേട്ടോ. പൊട്ടിക്കാൻ ഫുള്ള് പൊട്ടും. ആദ്യത്തെ ത്രോയിൽ അവനൊരു ബാഗ് കിട്ടി. ബാഗിൽ നല്ല ഭാരമുണ്ട്, അവനത് മുകളിലേക്ക് വലിച്ചു കയറ്റണം. വേഗം കിട്ടിപ്പോയി. ആ മീറ്റർ കണ്ടതിൽ ഭംഗിയായിട്ട് കത്തുന്നുണ്ട്. ഓ ശ്രദ്ധിച്ച് വേണ്ട, മിണ്ടാതിരിക്കേ. ഞാൻ പടി കൊടുത്തു സംശയം. ഒരെണ്ണം കിട്ടി ബേബേ. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ കൊണ്ട് പറ്റും. മീറ്റർ നന്നായിട്ട് കത്തുന്നുണ്ട്. മെറ്റീരിയലിനെ കുറിച്ച് മറന്നേക്ക്. തീ താഴേക്ക് വീഴുന്നുണ്ട്. 5 മിനിറ്റിന് മുന്നേ തീ പിടിക്കാനും സാധ്യതയുണ്ട്. കമോൺ, ഒരെണ്ണം കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ബാഗ്. പടക്കങ്ങളാണ്, കളിപ്പാട്ടങ്ങളല്ല. ആ മീറ്റർ വീഴുമ്പോഴുള്ള എക്സ്പ്ലോഷൻ ഭയങ്കരമായിരിക്കും. എനിക്ക് ചെറിയ പേടിയുണ്ട്. എടുത്തില്ല. എറിക് വേഗം. 3 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ അത് മിസ്സായി. പോയി. ടൈമർ 0-ലെത്തുമ്പോൾ ഈ ട്രക്ക് ഇവിടുന്ന് പോകും. അല്ലെങ്കിൽ പടക്കം പൊട്ടി നമുക്ക് അടപടലം പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതോടെ അവന്റെ കയ്യിലുള്ള പണം $2 ലക്ഷം ആകും. 2 ലക്ഷം. കമോൺ വേഗം. പകുതി പണം കിട്ടി. പക്ഷെ ഇപ്പോൾ ലക്ഷ്യം തെറ്റുന്നുണ്ട്. അത് സ്റ്റക്കായി, അവിടെ കുടുങ്ങി. അടുത്ത ഹുക്ക്. നിൽക്ക്. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. 2 എണ്ണം ബാക്കിയുണ്ട്. ഓ മൈ ഗോഡ്, സമയം കളയല്ലേ. ഈ പോക്ക് പോയാൽ അവന് കാശ് മുഴുവൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയല്ലേ. എന്റെ അമ്മോ, എന്റെ ദൈവമേ. അയ്യോ എറിക്, എന്റെ അമ്മോ എറിക്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എനിക്കറിയാം, അവൻ ബാഗ് എടുക്കുന്ന അത്ര വേഗത്തിലല്ല. അവൻ സ്പീഡ് കൂട്ടണം. ലൈനിൽ ചവിട്ടി. അവന്റെ കാല് അതിന്റെ മേലെയായിരുന്നു. കഴിഞ്ഞാൽ പിന്നെ പടക്കത്തിന് തീ പിടിക്കും. ക്യാമറാമാൻ ആ ഗ്ലാസ് വാളിന്റെ പുറകിലേക്ക് മാറണം. ഒന്ന് സഹായിക്കും. ഇനി 90 സെക്കൻഡ്. മൂന്നെണ്ണം കൂടെ. അവന്റെ ആഡ് കാര്യമായിട്ട് വല്ലതും കണ്ടോണ്ടിരിക്കുമ്പോഴേക്ക് ആഡ് വേണം. ശല്യം. അതും അവിടെ കുടുങ്ങിയോ? അതും $1,50,000 ഇപ്പോഴും അവിടെയുണ്ട്. ഇനി 1 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. Come on man, ഈ പണം വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഞാൻ നിന്നെ സഹായിക്കാം. ലെറ്റ്സ് ഗോ. ബാഗിന്റെ മുകളിലുള്ള തടിയിൽ തട്ടി തെറിച്ചു പോയല്ലോ. എനിക്കത് കിട്ടിയില്ല. ഇത് ഭയങ്കര പാടാണല്ലോ. 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ ബ്ലാസ്റ്റ് ഷീൽഡിന്റെ പുറകിലെത്തണം. തമാശ പറയല്ല, മീറ്റർ താഴെ വീഴും. അവസാനത്തെ അവിടെ ഇനി 14-13 സെക്കൻഡുകൾ. ആ മീറ്റർ താഴെ വീഴാൻ ഇനി 10 സെക്കൻഡുകൾ മാത്രം. പവർ കേബിൾ കത്തിച്ചല്ലോ. അത് വിട്ടേക്ക്, വേഗം വാ. അങ്ങോട്ട് പോ. കേറ്. അയ്യോ, ഇതിനകത്ത് കേറോ. വാതിലടയ്ക്ക്. ഇത് കിട്ടും. അടക്കമൊക്കെ അങ്ങ് മിന്നി പറക്കുക. $1 ലക്ഷം പോയെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ പണം നേടാൻ ഇനിയും ചാൻസുകളുണ്ട്. നമുക്ക് അടുത്ത ട്രാപ്പിലേക്ക് പോകാം. കത്തി നശിച്ച $1 ലക്ഷം ബഹുമാനാർത്ഥം ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എറിക്, നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. വീണ്ടും സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ 2,50,000 നഷ്ടപ്പെടുത്തിയ അതേ റൂമാണ് ഇത്. നമ്മൾ എന്തിനാ തിരിച്ചു വന്നു മാൻ? എനിക്ക് ഈ റൂം ഇഷ്ടമല്ല. റൂമിന് തീ കൊടുത്തോളൂ. ഈ റൂം ഇതാ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് കത്തി തീരുന്നതിന് മുൻപ് കാശ് പുറത്തെത്തിച്ചില്ലെങ്കിൽ അത് നിനക്ക് നഷ്ടമാകും. പക്ഷേ എന്റെ പുതിയ ജാക്ലിങ്സ് മിസ്റ്റർ ബീസ്റ്റ് ബീഫ് സ്റ്റിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അഴിച്ചുവിടാം. ഞാൻ റെഡിയാ. ഇത് ജാക്ലിങ്ങുമായി ചേർന്നുള്ള എന്റെ പുതിയ പ്രോഡക്റ്റ് ആണ്. ഇതെങ്ങനെയുണ്ട്? ഇത് ശരിക്കും കൊള്ളാം. ചൂടെ കഴിക്കേ. തീ നന്നായിട്ട് ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ ഫ്ലേവർ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി, സത്യം പറ. 100% ബീഫ് കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ മിസ്റ്റർ ബീസ്റ്റ് ജാക്ലിങ്സ് ബീഫ് സ്റ്റിക്ക് അഴിച്ചുവിടാൻ വേണ്ടിട്ടാണോ? ഇത് ശരിക്കും നല്ലതന്നെ. എനിക്ക് ഇത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇത് ശരിക്കും അഴിച്ചുവിടാം. അയ്യോ, ഒരു കാര്യം കൂടെ. അല്ല, ഈ പാക്കേജിനെ കുറിച്ച് എന്താ അഭിപ്രായം? കളറിംഗ് ഒരു രക്ഷയില്ല. ഇവിടെ ശരിക്കും ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നീ ഫ്രീ ആയി. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ എന്താ ചാവ നിൽക്ക? നീ $3 ലക്ഷം അടുത്ത ഡെത്ത് ട്രാപ്പും രക്ഷപ്പെട്ടു. എല്ലാവർക്കും കഴിച്ചു നോക്കാം. ഇതിന് 4 ഫ്ലേവറുകളുണ്ട്. ഓരോ ബീഫ് സ്റ്റിക്കിലും 5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഈ റീറ്റെയിലേഴ്സ് വാങ്ങിക്കാവുന്നതാണ്. ഈ ട്രാപ്പ് എളുപ്പമായിരുന്നു, പക്ഷേ
അടുത്ത ട്രാപ്പിൽ നീ ഒരുപാട് കാശ് ട്രൈ ചെയ്ത് കളയും. നോക്കണം കേട്ടോ, ആമസോണിൽ ഒരു കിട്ടും. മിനിറ്റ് എന്നോട് കാര്യം പറയാ. കുറച്ചുകൂടി ബീഫ് സ്റ്റിക്സ് വേണം. എറിക് ആ പ്രോട്ടീനൊക്കെ നന്നായി കഴിച്ചെന്ന് കരുതുന്നു, കാരണം അടുത്ത ട്രാപ്പിൽ അവൻ ആ ശക്തി മുഴുവനും ആവശ്യമായി വരും. 6ാമത്തെ ട്രാപ്പിലേക്ക് സ്വാഗതം. എറിക്, ഇതിനെ കുറിച്ച് എന്താണ് നിനക്ക് ഓ തോന്നുന്നത്? മാൻ, തീയില്ലാതൊരു കളിയില്ലല്ലേ? ഞങ്ങൾ തീ മാത്രമല്ല തിരികെ കൊണ്ടുവന്നത്. ഇത് കൂടാതെ ഈ ചാലഞ്ചിന് മുൻപ് ഞാൻ നിന്നോട് ചോദിച്ച സമയത്ത് നിന്റെ ജീവൻ വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ, നിന്റെ അക്കൗണ്ടിലുള്ള ഓരോ ഡോളർ വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ഞങ്ങൾ ഇവിടെ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. Pat, Dude, what's up, brother? നീ റെഡിയാന്ന് പ്രതീക്ഷിക്കുന്നു. നീയും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാറ്റും ഈ ഡെത്ത് ട്രാപ്പ് നേരിടുന്നത് ഒരുമിച്ചായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഞാൻ മുകളിലെത്തിയിട്ട് പറയാം. ഓക്കെ പാറ്റ്, അപ്പൊ തുടങ്ങുമല്ലേ? 6ാമത്തെ ട്രാപ്പിന് എറിക്കിനെയും അവന്റെ ഫ്രണ്ടിനെയും ഒരുമിച്ച് ചങ്ങലക്കിടാൻ പോവുകയാണ്. കൊണ്ടുവരൂ ബോയ്സ്. എപ്പോഴും എന്തെങ്കിലും ഒരു പണി ഉണ്ടാവുമല്ലോ. അത് കുറച്ച് ചെറുതാണല്ലോ. ഇത് അത്രയ്ക്കും പോരാ. എറിക്കിനെയും അവന്റെ ഫ്രണ്ടിനെയും ഒരു ചങ്ങലയിൽ പൂട്ടിയിടും. ആ ചങ്ങല വെച്ച് എറിക്കും ഫ്രണ്ടും ഈ 50 അടി ടവറിൽ ഒരുമിച്ച് കയറി പണമുള്ള ഈ 6 ബാഗുകൾ എടുക്കണം. ടവറിന്റെ മുകളിൽ ഞാൻ ഒരു എക്സ്ട്രാ $50,000 വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് പൂളിൽ കൂട്ടിച്ചേർക്കാം. പക്ഷേ എടുക്കാത്ത ബാഗുകളെല്ലാം അപ്പൊ തന്നെ താഴെയിട്ട് കത്തിച്ച് കളയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ താഴെ വീണാൽ വീഡിയോ അവിടെ അവസാനിക്കും. എറിക്, നിനക്കെല്ലാം നഷ്ടമാകും. നിങ്ങൾക്ക് അവസാനമായി പരസ്പരം എന്തെങ്കിലും ഐ പറയാനുണ്ടോ? ലവ് യു ബ്രോ. എനിക്ക് നിന്നെ വിശ്വാസാ. നമുക്ക് തകർക്കാം. മറ്റൊരു സാഹസം. നമുക്കിത് അടിപൊളിയാക്കാം ബ്രോ. തരിക്, നമ്മളെന്താ അത്ര ക്ലോസ് അല്ലാത്തത്? നിനക്ക് ചങ്ങലേക്ക് കിടക്കണോ? വേണ്ട. അതാണ് 3, 2, 1, go! Alright, അവര് തുടങ്ങി കഴിഞ്ഞു. പതിയെ മതി എറിക്, പതിയെ സൂക്ഷിച്ചു പോയാൽ മതി. Come on, Pat. പ്ലാറ്റ്ഫോം അനങ്ങുന്നുണ്ട്. അവർ ആദ്യത്തെ $50,000 എടുത്തു. ഓ പെർഫെക്റ്റ് ഡ്യൂഡ്. ഓക്കെ എറിക്, നമുക്ക് പറ്റും. പതിയെ മതി എറിക്, പതിയെ സൂക്ഷിച്ച്. ഓ, അവര് 2 ബാഗ് എടുത്തു. ഓക്കെ, നീ രണ്ട്, എന്റെ രണ്ട്, ലെവലിലേക്ക് എത്തിയാൽ രണ്ടെണ്ണമായി. ഞാൻ അപ്പുറത്തേക്ക് മാറും. ഒരു ബാഗ് താഴെയുള്ള തീയിൽ വീണാൽ ആ ബാഗ് പോയി. പെട്ടെന്ന് പോയി ഞാൻ ലെവലായി പോ. പോ. ഓ, രണ്ടുപേരും തകർക്കുകയാണല്ലോ. പതിയെ പതിയെ കൊണ്ടുപോവാ. പതിയെ നിക്ക. അയ്യോ, നിക്ക് നിക്ക്, ഞാൻ നേരെ നിൽക്കട്ടെ. ബാഗ് ഉണ്ട്. കുറച്ച് പതുക്കെ പതുക്കെ. വീഴാതെ നോക്ക്. നീ താഴെ വീണാ എല്ലാം തീരും. ഓക്കെ, ഓക്കെ, എന്റെ അടുത്തേക്ക് വാ. കമോൺ ബേബി. അവര് 3 ബാഗ് എടുത്തു കഴിഞ്ഞു. വേഗത്തിലാണ് പോകുന്നത്. വേഗം നീങ്ങുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്. വേഗം നീങ്ങുന്നുണ്ട്. കമോൺ ബേബി. ഓക്കെ, വരുന്നുണ്ട് തീർച്ചയായിട്ടും. വരുന്നുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. കുറച്ചുകൂടി മതി, കുറച്ചുകൂടെ മതി. കിട്ടിയോ? അയ്യോ, ഇത് ഈ ഹുക്കി ദൂരാൻ എളുപ്പമല്ല. നീങ്ങുന്നുണ്ട്. ഓക്കെ കമോൺ. ഓക്കെ, നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. കമോൺ കിട്ടി. ബേബി. Boom. Keep it up. കുറച്ചുകൂടി ലൂസ് ആക്ക് ബഡി. അത് എടുക്കേറി. കുറച്ചുകൂടെ നീങ്ങാണോ? വീഴരുത്. ഇതാണ് അവസാനത്തെ ബാഗ്. അവന്റെ എക്സ്ട്രാ $50,000. കുറച്ച് അകലം കൂടുതലാ. ഓക്കെ, എനിക്കത് കാണാണ്ട്. ഇതും കൂടിയേ ഉള്ളൂ അവസാനത്തേത്. നൈസ് ആൻഡ് ഈസി റേക്ക്. ഈ ലാസ്റ്റ് വെച്ച് കൊളാക്കരുത്. വീഴരുത്. ഞാൻ ഒരിക്കലും വീഴില്ല. ഇടേ 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 Yes. അവര് പൈസയൊക്കെ എടുത്തു, പക്ഷെ അവർ ഇനിയും മുകളിലേക്ക് കയറി വരണം. ഓ ഡൂഡ്, അവൻ പോകുന്നുണ്ട്. Come on. നമ്മളെത്തി. അവസാനത്തെ എത്തി, എത്തി, എത്തി. നീ എന്റെ ബ്രോ ആടാ. പ്ലാറ്റ്ഫോമിന്റെ മേലെ കൂടെ നമ്മളിത് ചെയ്തു ഡ്യൂഡ്. നീ എന്റെ ആളാ. ഈ വീഡിയോയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ട്രാപ്പാണ്. നിന്റെയും 3,50,000 ഇടയിൽ ഒരേ ഒരു തടസ്സം. ഓക്കെ, ബ്ലൈൻഡ് ഫോൾഡ് അഴിച്ചോളൂ. സ്വാഗതം നിന്റെ അവസാനത്തെ ട്രാപ്പിലേക്ക്. ഓക്കെ, കഴിഞ്ഞതിനേക്കാളും ഒരുപാട് ചൂടത്തെ മിസ്റ്റർ ഭീകരമാണല്ലോ. ബീസ് ഈ ഡെത്ത് ട്രാപ്പ് ഒരു തരം ഒബ്സ്റ്റക്കിൾ കോഴ്സ് പോലെയാണ്. ഇതിലെ 5 സ്റ്റേജുകളും നീ 1 മിനിറ്റ് 5 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. എന്താ 1 മിനിറ്റ് 5 സെക്കൻഡും? കാരണം 4 സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ ഈ കോഴ്സ് ചെയ്തപ്പോൾ അവരുടെ സമയത്തിന്റെ ആവറേജ് 1 മിനിറ്റും 5 സെക്കൻഡും ആയിരുന്നു. ഓബ്സ്റ്റക്കിൾ കോഴ്സ് തുടങ്ങുന്നത് നിന്റെ വീണ്ടും ക്യാനനിൽ നിന്നും ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം നീ ഫയർ റിങ്ങുകളിലൂടെ ചാടണം. അതിനുശേഷം നീ സ്വിംഗിങ് ഹാമേഴ്സിൽ നിന്നും രക്ഷപ്പെടണം. തീന്റെ അടിയിലൂടെ നീന്തണം. അവസാനമായി തീയുടെ ഇടയിലൂടെ ഓടി കത്തിപ്പോകുന്നതിന് മുമ്പ് പണം ചാടി പിടിക്കണം. പിന്നെ ഇത്തവണ അത് തിരിച്ചെടുക്കാൻ യാതൊരു വഴിയും തന്നെ ഇല്ല. അപ്പൊ തുടങ്ങാം. ഒരു ടെൻഷനും ഇല്ല. ഓക്കെ റേക്ക്, ക്യാനനകത്ത് കയറി ഇരുന്നോളൂ. ഫൈനൽ തുടങ്ങാനുള്ള സമയമായി. എറിക്, ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ജിമ്മി, എനിക്കിതിൽ ഒട്ടും ഉറപ്പില്ല. പക്ഷെ ഒരു സ്റ്റണ്ട്മാൻ ആയതുകൊണ്ട് എന്നാലും 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇത്ര ദൂരം ഓടാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ആലോചിക്കുന്ന മെയിൻ റീസൺ അതാ. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ്? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിന്നെ ക്യാനൽ നിന്നും ഷൂട്ട് ചെയ്തിട്ട് ടൈമർ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അറിയാനുണ്ടോ? അത് പറഞ്ഞേ.
എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടാൻ വല്ല വഴിയുണ്ടോ? എനിക്ക് ചെറിയൊരു സംശയം. 1 മിനിറ്റ് 5 സെക്കൻഡിനേക്കാളും കൂടുതൽ വേണമെന്നാണോ? നിങ്ങൾക്ക് തരാൻ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് വേണം. പക്ഷെ അതിന് കഴിയില്ല. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ ഒന്നുമില്ല, അതൊന്നും മാത്രമായിരുന്നു. എന്നാ നീ റെഡിയാകുമ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. 3, 2, 1. ഫയർ! ടൈമർ ആരംഭിച്ചു കഴിഞ്ഞു. അവൻ 1 മിനിറ്റും 2 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സമയം വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം നീന്തിയില്ലെങ്കിൽ അവന്റെ പണം മുഴുവനും കത്തിപ്പോകും. ടൈമർ പോസ് ആയി. അപ്പോ ഈ കോഴ്സിൽ പലയിടങ്ങളിലായി സേഫ് സോൺ ഉണ്ട്. അവൻ ആദ്യത്തെ സേഫ് സോണിലാണ്. അവൻ സേഫ് സോണിൽ എത്തുമ്പോൾ ടൈമർ പോസ് ചെയ്യും. അപ്പോ ഇനി 55 സെക്കൻഡ് ബാക്കിയുണ്ട്. എന്ത് തോന്നുന്നു? ഒന്ന് ശ്വാസം എടുക്കട്ടെ. വായിൽ നിറയെ വെള്ളം. പക്ഷെ ഞാൻ ഇപ്പൊ ഓക്കെയാ. എന്റെ 10 സെക്കൻഡ് പോയി. പക്ഷെ ഇവിടെ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഫയറിംഗിലൂടെ ചാടിയിട്ടുണ്ടോ? ഞാൻ ഫയറിംഗിലൂടെ ചാടിയിട്ടില്ല. തീ പിടിച്ച വീടിന്റെ ഉള്ളിൽ പോയിരുന്നു. ഇതാദ്യമായിട്ടാണ് മാൻ. എല്ലാത്തിനും ഒരു ആദ്യം ഉണ്ടല്ലോ, നിന്നെ കൊണ്ട് പറ്റും. അടുത്തത് 3 ഫയർ റിങ്ങുകളാണ്. കണ്ടിട്ട് ഭയങ്കര സിമ്പിൾ ആണല്ലേ? സിമ്പിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ നിന്റെ അടുത്തുനിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാണുന്നത്ര എളുപ്പമല്ലല്ലോ. പ്രധാന പ്രശ്നം റിങ്ങുകൾക്ക് പിന്നിലുള്ള ഗ്യാപ്പുകളാണ്. നീ വീണിട്ട് തിരികെ കയറേണ്ടി വന്നാ അതിന് ഒരുപാട് സമയമെടുക്കും. നടക്കൂടെ തന്നെ. നല്ല ക്ലീൻ ജമ്പ്. അപ്പൊ തുടങ്ങാം. അവൻ തുടങ്ങി. ടൈമർ വീണ്ടും ഓണായി. ഫസ്റ്റ് റിംഗ്. അത് കഴിഞ്ഞു. അയ്യോ, അവൻ വീണു. ഉള്ളിലൂടെ ഇതായിരുന്നു എന്റെ പേടി. അവൻ സമയം കളയുകയാണ്. സോണിലേക്ക് കേറ്. ഇനി 42 സെക്കൻഡുകൾ ബാക്കി. അവിടെ കുറച്ച് സമയം പോയി. കാലിന്റെ വിരലടിച്ചതാ. എനിക്ക് കുഴപ്പമില്ല. 3 സ്റ്റേജ് കൂടി ഈ കോഴ്സിൽ ബാക്കിയുള്ളൂ. അടുത്ത 42 സെക്കൻഡിനുള്ളിൽ നീ അതൊക്കെ തീർത്താൽ ആ പണം കൊണ്ട് എന്തൊക്കെയാണ് നീ ചെയ്യാൻ പോകുന്നത്? എന്റെ ലൈഫ് മാറ്റിമറിക്കും മാൻ. എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവരുടെ ആരോഗ്യം, റിട്ടയർമെന്റ്, ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം അയ്യോ ചെയ്യുന്നത്. മാൻ, എനിക്ക് ജയിക്കണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മുന്നോട്ട് പോകുന്നതോടെ ചാലഞ്ചിന്റെ കടുപ്പവും കൂടും. നമുക്ക് നോക്കാം. നിന്നെ കൊണ്ട് പറ്റും മാൻ. താങ്ക് യു ബോയ്സ്. ഉറപ്പിക്കാൻ നിനക്ക് കിട്ടും. Okay. നീ റെഡിയാവുമ്പോ തുടങ്ങാം. ഓക്കെ, അവൻ തുടങ്ങി. ഓക്കെ, പ്ലാറ്റ്ഫോമുകൾ മൂവ് ചെയ്യും. വീഴരുത്, അത് തന്നെയാണ് കുഴപ്പം. കാണാൻ സിമ്പിൾ ആണെന്ന് തോന്നും. പ്ലാറ്റ്ഫോമുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അവ ഉറപ്പിച്ചിട്ടില്ല. അവൻ കടന്നു. അടുത്ത സേഫ് സോൺ. 34 സെക്കൻഡ് ബാക്കിയുണ്ട്. പക്ഷെ അത് മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അടുത്ത ചാലഞ്ച് ഒരുപാട് സമയം കളയുന്നതാണ്. നിനക്ക് എന്തായാലും ഒരിക്കലും തീയിലൂടെ നീന്താൻ കഴിയില്ല. നീ ചത്തുപോകും. അപ്പോ നമ്മുടെ ഈ ചാലഞ്ചിന്റെ അടുത്ത ഘട്ടത്തിൽ നീ തീന്റെ അടിയിലൂടെ നീന്തണം. എനിക്ക് നല്ലൊരു സ്വിമ്മർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ച് ശ്വാസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് എന്തായാലും ചെയ്യും. നിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഗോഗിൾസ് കാണാം. അത് വെച്ചോളൂ. കാരണം നീ തീയുടെ അടിയിലൂടെയാണ് നീന്താൻ പോകുന്നത്. ഇറക്കിന് ഒരുപാട് സമയമുണ്ടെന്ന് തോന്നുമെങ്കിലും നീന്തേണ്ട ദൂരം വളരെ കൂടുതലാണ്. ശ്വാസം എടുക്കാൻ വേണ്ടി ഒന്ന് മുകളിലേക്ക് വന്നാൽ ഒരുപാട് സമയം നഷ്ടപ്പെട്ടേക്കും. 34 സെക്കൻഡുകൾ ബാക്കി. അത് കഴിഞ്ഞാൽ അറിയാം $3,50,000 നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വീഴുമോ അതോ ആ തീയിൽ കത്തി എരിയുമോ എന്ന്. എല്ലാവരും നിന്റെ കയ്യിലാണ്. ചാടി എടുത്തിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു. ചാടണ്ടേ ഇവൻ. അവൻ തുടങ്ങി. തീയിലേക്ക് കയറരുത് പ്ലീസ്. ഇനി 30 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത്. അവൻ എവിടെയാണ്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവൻ എവിടെ? അതാ അവിടെ. അവൻ മുകളിൽ കേറാതെ ഇത് നിൽക്കില്ല. വേഗം 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 കേറ്. വേഗം വാ വാ വാ. മതി, നിർത്ത്. 17 സെക്കൻഡുകൾ ബാക്കി. ഓക്കെ, ഫൈനൽ കോഴ്സിന് ഇത് വലിയ സമയമല്ല. അധിക സമയമല്ല. എന്റെ കാലുകൾ ചെറുതാ, ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ശ്വാസം എടുക്ക്, നന്നായി ശ്വാസം എടുക്ക്. അവന്റെ വായിൽ മുഴുവനും വെള്ളമാണ്. ഈ അവസാന ചാലഞ്ചിനായി നീ ഫയർ പ്രൂഫ് സ്യൂട്ട് ധരിക്കണം. കാരണം നീ തീയിലൂടെയാണ് ഓടാൻ പോകുന്നത്. ഈ സമയം മുഴുവൻ ഞാൻ തീയിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറിയിട്ട് ഇനി നേരെ അതിലേക്ക് കയറി പോണോ? അതെ. എന്റെ ചുറ്റും തീയായിരിക്കോ? അല്ല, നീ ശരിക്കും തീയിലൂടെയാണ് ഓടാൻ പോകുന്നത്. തീ പിടിച്ച റൂമിൽ നിന്നും നീ രക്ഷപ്പെട്ടു. ഒരു ക്യാനലിൽ നിന്നും പറന്നുപോയി. വലിയൊരു തീകോളത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇപ്പൊ നീ നിന്റെ പണം സ്വന്തമാക്കാൻ വേണ്ടി തീന്റെ നടുവിലൂടെ ഓടി അത് പിടിച്ചെടുക്കണം. അവൻ എങ്ങനെയാണ് അതിൽ കൂടെ ഓടാൻ പോകുന്നേ? ഗുഡ് ലക്ക്. ഇത് ചെയ്യും മാൻ. ഇവനെ സമ്മതിക്കണം. ഈ സ്യൂട്ട് തീ കുറച്ചു നേരത്തേക്ക് തടഞ്ഞു നിർത്തും. ഇത് ഇടുന്നതായിരിക്കും നല്ലത്. അവസാനമായി ഇതാ നിന്റെ ഗ്ലൗസ്. നിന്റെ $3,50,000 ഉണ്ടോ? ഞാൻ കാണുന്നത് പുറത്തിറങ്ങിയാൽ നിനക്ക് 17 സെക്കൻഡ്സ് ഉണ്ട്. ഞാൻ ഹാൾ ഓഫ് ഫ്ലെയിംസ് എന്ന് വിളിക്കുന്ന ഈ വഴിയിലൂടെ ഓടി നിനക്ക് പണം എടുക്കാൻ. സമ്മതിക്കാതെ വയ്യ. നേരം ഒരു പേടിയുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട്
അയാൾക്ക് പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി ഒരുപാട് സമയമില്ല, അവൻ അത് ചെയ്യാൻ പറ്റുമോ? 3, 2, 1 പോവാം. അവൻ സേഫ് സോണിൽ നിന്നും ഇറങ്ങി. ഇത് ഓടുന്ന പയ്യെ ഓടുന്നേ. എടുത്തെടുത്ത് അവ എടുത്തറാ. ഓ അവരത് എടുത്തു. എന്റെ ദൈവമേ. ഓ അവന് തീ പിടിച്ചു. തീയണക്കി പെട്ടെന്ന് തീയണക്കി. അവന് തീ പിടിച്ചു. വേഗം തീ അണക്കി. എറിക് ഔദ്യോഗികമായി $3,50,000 ലാസ്റ്റ് അവന്റെ ഇത് കണ്ടായിരുന്നോ? മറ്റൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഇപ്പോൾ തന്നെ ക്ലൈമാക്സ്. സബ്സ്ക്രൈബ്